This could be my last video. ഫെറി കയറി നമ്മള് ഫോർട്ട് കൊച്ചിയിലോട്ട് കയറാൻ പോവാൻ. ബീച്ച് എങ്ങനെയുണ്ട്? Loving it. So gonna say hi. Say hi. 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 Is this your vlog? പമ്പ് ചെയ്ത് കളയുവാണോ അതോ ഓൺ ദ സ്പോട്ട് പോവാണോ? ആ ഗ്യാപ്പിലോട്ട് താഴോട്ട് പോകും അല്ലേ? സൈഡിന് പോവാ അല്ലേ? അപ്പൊ ഗൈസ് ഇങ്ങനെയാണ് പമ്പ് ചെയ്യുന്നേ. ഓ അങ്ങനെ അവസാന ട്രിപ്പിൽ നനഞ്ഞടാ. രാജയുടെ എത്ര വർഷമായി പരിപാടി? 10 വർഷമായി. സ്പീഡ് കൂടുന്നേ നമ്മൾ മൂവ് ആയി കഴിയുമ്പോഴത്തേക്ക് തിര കാരണം സ്പീഡ് കൂടും അല്ലേ? Alright guys, there's only 2 gears to this boat, but he's speeding up because we're going along the waves. There you go. This could be my last video. ചേട്ടാ വന്ന വഴി ഓർമ്മയുണ്ടല്ലോ അല്ലേ? Cheese. Hi, ഹായ് ഗൈസ്, നമ്മളിപ്പം കൊച്ചി കണ്ടെയ്നർ റോഡ് വഴി ഫോർട്ട് കൊച്ചിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. US കാരിയായ അനിയനെ ഇതൊന്നും കണ്ടിട്ടില്ല, അത് കാണിക്കാമെന്ന് ഓർത്തു. നമ്മൾ എന്നാ പറയുന്നത്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നല്ലൊരു സീ ഫുഡൊക്കെ കഴിച്ച് വയറിളകാതെ ഞങ്ങൾ ശ്രമിക്കും. ഗൈസ് ഞങ്ങളിപ്പം വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി ജങ്കാറ് കയറാൻ പോവാം. എറണാകുളംകാരായ അളിയനും ചേച്ചിയാണ് നമ്മളിന്ന് ഗൈഡ് ചെയ്യുന്നത്. ഞങ്ങള് ഫോർട്ട് കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മുനമ്പത്താണുള്ളത്. മുനമ്പത്ത് നിന്ന് ഞങ്ങൾ ഫെറി കയറി അപ്പുറത്ത് നിന്ന് അവിടെ ചെന്ന് സീ ഫുഡും കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കക്കാരി ഒരു മദാമയുണ്ട്. മദാമയ്ക്ക് ഇതെല്ലാം ഒരു എന്താ പറയുക, പുതിയൊരു അനുഭവമാണ്, ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പം മദാമയെ കൊണ്ട് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. Okay. Thank you. Thank you guys. Peace out. Peace out. Peace out. ഗൈസ് നമ്മൾ അതാണ് ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇത് കൊച്ചിയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഫെറി കയറി നമ്മൾ കൊച്ചിയിലോട്ട് കയറാൻ പോവാൻ.
എന്ത് സംഭവിച്ചാലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഓടണമെന്ന് ഇവർ പറഞ്ഞേക്കുന്നു. കണ്ടറിയാം. And 700 years old technology. 5 months, 6 months only making here. One day 200, 300 up and out. Very hard job. This one my owner. Their present money cost you owner. Hey guys, today we are flying to Maldives. Today is Feb 11th and we'll be back on 14th. Well, actually Valentine's Day ആണ് നമ്മൾ തിരിച്ചു വരുന്നത്. So Abhi should be getting me something, right? വാലന്റൈൻസ് ഡേക്ക് തിരിച്ചു വരുക. സോ ഐ വിൽ കം ബാക്ക് ഹോം ആൻഡ് ഐ വിൽ ഗെറ്റ് യു സം കഞ്ഞി. I love Kani. അപ്പോൾ ഞങ്ങളിവിടെ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ബാക്കി അറിയിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഓരോ കൗണ്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ A11 ആണ്. അത് ഇമെയിലിൽ അവർ പറയും. ആൻഡ് ഇറ്റ് ഹാസ് യുവർ റിസോർട്ട്സ് നെയിം ഡൗൺ ഹിയർ. This is the Malé airport for you guys. It's a small airport. ഞങ്ങൾ ബോട്ടിൽ കയറി guys. So we just deboarded from the Malé International Airport. I'm not gonna lie, this looks like we're on a swimming pool. Swimming poolന്റെ മേളിൽ നിന്ന് പോകുന്ന പോലെ ഉണ്ട്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ചെയ്യുവാണ് ടുവേർഡ്സ് അവർ റിസോർട്ട്. This is the actual paradise, guys. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. This is beautiful. എനിക്ക് ഇങ്ങനത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചാകുന്നു. So for me this is everything. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡാണ്, ബൊഫേ ആയിരുന്നു. പറയാതിരിക്കാൻ മേല വെരി ഗുഡ് ഫുഡ്. ഓക്കെ, പറയാതിരിക്കാൻ മേലെന്ന് പറഞ്ഞ പേര് തന്നെ പറയാൻ പോയി.
ഹേ ഗായ്സ്, നമ്മൾ റൂമിൽ വന്നു, ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ സ്പാഡ് അങ്ങോട്ട് പോകാൻ ടു ആസ്ക് ഇഫ് there is any സ്പാഡ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു ബീച്ചിൽ ഞാൻ വലിയ ബീച്ച് പ്രേമിയൊന്നുമല്ല, പക്ഷേ ഇവിടെ ഒരു പായ വിരിച്ച് എനിക്ക് കിടന്നുറങ്ങാം. എടി ബീച്ച് പ്രേമി, ഈ ബീച്ച് എങ്ങനെയുണ്ട്? Loving it. ഗൈസ്, ഈ കാണുന്നൊക്കെയാണ് ബീച്ച് വില്ലാസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ബീച്ച്, ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാം യുനോ. അപ്പം വാട്ടർ വില്ലാസും ഉണ്ട്, ബീച്ച് വില്ലാസും ഉണ്ട്. അപ്പം ഞാനിതിൻ്റെ ബാക്കിൽ കൂടെ ഇപ്പം നടക്കുന്നത്. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. ഐലൻഡ് ഫുൾ വട്ടത്തിൽ ഞങ്ങൾ കറങ്ങി. പ്രിറ്റി മച്ച് ഇത്തിരില്ല, ഇതാണ് ഹോൾ ഐലൻഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ പുറകിലോട്ടും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ 7 മണിക്കാണ് ഡിന്നർ. ഞങ്ങളിനി ഇത് കഴിഞ്ഞ് 1 മണിക്കൂറിൽ ഡിന്നറിന് വരും. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ, ബ്യൂട്ടിഫുൾ മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഡിന്നറും അടിപൊളിയായിരുന്നു, ജസ്റ്റ് ലൈക്ക് ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഹോപ്പ്ഫുള്ളി ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സീ യു ഗൈസ്. സോ നമ്മുടെ രണ്ടാമത്തെ റൂം ഇതാണ്. ദിസ് ഈസ് കോൾഡ് ബീച്ച് വില്ല. ഇങ്ങനെ പല പല വില്ലാസ് ഉണ്ട് ഇവിടെ. മറ്റേ നമ്മൾ ആദ്യം നിന്ന് വാട്ടർ വില്ല ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ റൂം. Wide huge bathroom and ഇവിടെ ഒരു ഔട്ട്ഡോർ ഷവറും കൂടെ ഉണ്ട്. സോ വെളിയിൽ പോയിട്ട് ഈ ഡോറും നേരെ ആക്സസ് ചെയ്യാം. and then you can take shower here. It's open. Yep. ഇവിടെയാണ് ഗൈസ് നമ്മൾ സ്പാ ചെയ്യാൻ പോവാ. സ്പായൊക്കെ കഴിഞ്ഞു. ഇറ്റ് വാസ് വെരി ഗുഡ് റിലാക്സേഷൻ. അപ്പം ഞങ്ങളിനി റൂമിൽ ചെല്ലുക, അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം. വളരെ നല്ല സ്പാ ആയിരുന്നു. അബിൻ്റെയും ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇവിടെ ഒരു ചെറിയ ഗെയിം സെൻറ്റർ പോലെയുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്. നമ്മളിപ്പം ബോട്ടിങ്ങിന് പോവാം. ഇറ്റ്സ് എ 50-50 ചാൻസ് ഡോൾഫിൻ കാണുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇറ്റ്സ് എ സൺസെറ്റ് ക്രൂസ്. ഡോൾഫിനെ കാണാൻ വേണ്ടിയാണ് ഈ ക്രൂസിൻ്റെ മെയിൻ ഉദ്ദേശം. നമ്മളങ്ങനെ ബോട്ടിങ്ങിന് പോകുവാണ് ഗൈസ്. ഡോൾഫിനെ കാണാൻ പോവാ. ഡോൾഫിനെ കണ്ടാൽ കാണും. ഇവർ റിസോർട്ടുകാർ നമുക്ക് ഇതെല്ലാം ഒരു ടേബിളും ചെയറൊക്കെ സെറ്റപ്പ് ചെയ്തു. അപ്പം അബിൻ കഴിക്കുന്നു. ബീച്ച്. ഈ ഗായ്സ്, ഇന്ന് ഫൈനൽ ഡേ ആണ്. ഇന്നലെ പ്രിറ്റി മച്ച് ഒന്നും ചെയ്തില്ല, ബിക്കോസ് വേറെ അങ്ങനെ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും കണ്ടില്ല. സോ ജസ്റ്റ് ലൈക്ക് ചില്ലിങ്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് ഞങ്ങളുടെ ബോട്ട് വരും. ബോട്ടിൽ കയറി ഞങ്ങളവിടെ എയർപോർട്ടിൽ കൊണ്ടാക്കും. ദിസ് പ്ലേസ് ഇറ്റ്സെൽഫ് ഈസ് ബ്യൂട്ടിഫുൾ. കാണാത്ത ക്രീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, ഇവിടുത്തെ പ്രാണി സാധനങ്ങൾ. ആൾക്കാരാണേലും വെരി സ്വീറ്റ് ആൾക്കാരായിരുന്നു. ചിരട്ടയും കൊണ്ടുണ്ടാക്കിയ കിളിക്കൂട്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഗായ്സ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മളിവിടെ ഒരു ഏരിയ പോലെ ഉണ്ട്, അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇവർ പെട്ടിയൊക്കെ എടുത്ത് ബോട്ടിലോട്ട് ബോർഡ് ചെയ്തോളൂ. പിന്നെ ഇവിടെ നിന്ന് ഒരു സ്പീഡ് ബോട്ട്, നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ സ്പീഡ് ബോട്ട് എടുത്താണ് തിരിച്ച്
നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഇവിടെ വേറെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല, ബോട്ട് മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ്സ് എൻ ഐലൻഡ്. അവിടെ പെട്ടിയെല്ലാം കയറ്റി നമ്മളെ ആ ബോട്ടിൽ ബോട്ട് ചെയ്യും. ടാക്സി എന്ന് പറയാം. അപ്പോൾ നമ്മൾ വിട പറയുകയാണ് മാൽദീവ്സിൽ നിന്ന്. ഞങ്ങൾ പോവാണ്. ബൈ ബൈ തുലാഗിരി. തുലഹാഗിരി. Amsam kuskulaw stila na ni shukriya. അതിപ്പോ ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മളിപ്പം എയർപോർട്ടിൽ വന്നു, ഇവിടെ ഇറക്കി. Guys, so we are back in Kochi. Kochi-da. Okay, അപ്പം ഞങ്ങൾ പെട്ടി കളക്ട് ചെയ്യാൻ പോവാ. And then going back home, sweet home. Abin already Maldives maduthu. Abin just wants to go home as soon as possible. So guys, today is the last day. ഇപ്പോഴും ഞങ്ങൾ വെളിയിലാണ്, doing some last minute purchases. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് രാത്രി ഞങ്ങൾ ഇറങ്ങും. വെളുപ്പിന് എൻ്റെ ഫ്ലൈറ്റ്, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അബിൻ്റെ ഫ്ലൈറ്റ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, താങ്ക് യു ഫോർ എവറിത്തിങ്. എല്ലാം ഭംഗിയായി നടന്നു, എല്ലാം കഴിഞ്ഞു. സോ സൈനിങ് ഔട്ട്, ബൈ. സോ ഗൈസ്, ഗോയിങ് ബാക്ക് ഹോം ടുഡേ. ഞാൻ എയർപോർട്ടിലാണ്. ആൻഡ് ജീന ഈസ് ഹിയർ. ജീനയെ ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ച് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം സേയിങ് ഗുഡ് ബൈ ടു കേരള.